പൂക്കോട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ റിമാൻഡിലുള്ള 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നതിനുമാണ്. വിവരങ്ങളുമായി അശ്വതി തന്നെയാണ് ചേരുന്നത്. അശ്വതി, കീഴ്ക്കോടതി ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഷബി, കീഴ്ക്കോടതി ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ഈ പ്രതികൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. 60 ദിവസത്തോളമായി ജയിലിലാണെന്നും ഏത് ഉപാധികളും അനുസരിക്കാമെന്നുമാണ്, അതുകൊണ്ട് ജാമ്യം വേണമെന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SFI പ്രവർത്തകരായ പ്രതികളുടെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് കണ്ടെത്തൽ. ഈ കേസിലെ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയാൻ CBI ആദ്യഘട്ട കുറ്റപത്രവും നൽകിയിട്ടുണ്ട്. 20 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. SFI പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയാൻ ഈ സിദ്ധാർത്ഥിന്റെ കോളേജ് ക്യാമ്പസിലെത്തി നേരത്തെ CBI വിശദമായ പരിശോധന നടത്തിയിരുന്നു. മുൻ VC, ഡീൻ, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ എല്ലാം മൊഴിയെടുത്തിരുന്നു. ഇതിനുശേഷമാണ് ഈ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. തുടർന്ന് വരുന്ന അന്വേഷണത്തിൽ കൂടുതൽ പ്രതികളെ കണ്ടെത്തിയാൽ അവർക്കെതിരെയും കേസെടുക്കുമെന്നും CBI അറിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഈ കുറ്റപത്രത്തിന്റെ കൂടി വെളിച്ചത്തിലായിരിക്കും ഇന്നിവരുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനം പറയുക. എല്ലാ ഉപാധികളും അനുസരിക്കാം എന്നതാണ് പ്രധാനമായും ഈ പ്രതികൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അജിംഷ. ശരി, അശ്വതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.